വെൽക്കം ടു ലേൺ വിത്ത് സുവിധ. നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് ചാപ്റ്ററുമായി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും എന്തെല്ലാമാണ് സാധാരണയായി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബയോമോളിക്യൂൾസ് എന്താണ്? ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞാൽ all the carbon containing compounds present in an organism is known as biomolecule. എല്ലാ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സും ജീവനുകളിൽ കാണുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. മൈക്രോ മോളിക്യൂളും മാക്രോ മോളിക്യൂളും. അല്ലേ, പേരിൽ തന്നെ ഉണ്ട്. മൈക്രോ മീൻസ് ചെറുതാണ്, മാക്രോ ലാർജ് ആണ്. അപ്പൊ എന്താണ് ബയോ മൈക്രോ മോളിക്യൂൾസ്, ഏതെല്ലാമാണ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് പേരിൽ നോക്കൂ. അമിനോ എന്ന് പറയുമ്പോൾ അമിനോ ഗ്രൂപ്പ്, ആസിഡ് എന്ന് പറയുമ്പോൾ അസിഡിക് ഗ്രൂപ്പ്. അപ്പൊ എന്തുണ്ട്? അമിനോ ആസിഡ് കണ്ടെയ്ൻസ് അമിനോ ഗ്രൂപ്പ് ആൻഡ് അസിഡിക് ഓർ കാർബോക്സിൽ ഗ്രൂപ്പ്. അമിനോ ആസിഡിൽ എന്ത് കാണാം? അമിനോ ഗ്രൂപ്പും ഒരു അസിഡിക് ഗ്രൂപ്പും. They are present on the same carbon atom. ഒരേ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് ഒരു അമിനോ ഗ്രൂപ്പും ഒരു അസിഡിക് ഗ്രൂപ്പും കാണാം അമിനോ ആസിഡിൽ. Then they are the building blocks of protein. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. There are 20 amino acids which occurs naturally. സാധാരണഗതിയിൽ നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് 20 എണ്ണമാണ്. അമിനോ ആസിഡ്സിനെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് അമിനോ ഓർ കാർബോക്സിൽ ഗ്രൂപ്പ്. അമിനോ ഗ്രൂപ്പിന്റെയും കാർബോക്സിൽ ഗ്രൂപ്പിന്റെ എണ്ണത്തിനനുസരിച്ച് അമിനോ ആസിഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ബേസിക് അമിനോ ആസിഡ്, സെക്കൻഡ് വൺ അസിഡിക് അമിനോ ആസിഡ് ആൻഡ് തേർഡ് ഈസ് ന്യൂട്രൽ അമിനോ ആസിഡ്. അപ്പൊ നോക്കൂ, ഒന്ന് ബേസിക് അമിനോ ആസിഡ്. ബേസിക് അപ്പൊ ഏത് ഗ്രൂപ്പിന്റെ എണ്ണമായിരിക്കും കൂടുതൽ? അമിനോ ഗ്രൂപ്പിന്റെ എണ്ണമാണ് കൂടുതലെങ്കിൽ അത്തരം അമിനോ ആസിഡ്സ് ബേസിക് അമിനോ ആസിഡ്സ്. എക്സാമ്പിൾ ലൈസിൻ ആൻഡ് അർജിനിൻ. ദെൻ സെക്കൻഡ് അസിഡിക് അമിനോ ആസിഡ്. അസിഡിക് അമിനോ ആസിഡിൽ കാർബോക്സിൽ ഗ്രൂപ്പുകളുടെ എണ്ണമായിരിക്കും കൂടുതൽ. അത് എക്സാമ്പിൾസ് ഗ്ലൂട്ടാമിക് ആസിഡും എസ്പാർട്ടിക് ആസിഡും. ദെൻ ന്യൂട്രൽ അമിനോ ആസിഡ്. അസിഡിക് ഗ്രൂപ്പിന്റെയും ബേസിക് ഗ്രൂപ്പിന്റെയും എണ്ണം ഈക്വൽ ആയാൽ അത്തരം അമിനോ ആസിഡ്സ് ആണ് ന്യൂട്രൽ അമിനോ ആസിഡ്സ്. ചില അമിനോ ആസിഡ്സിന്റെ കേസിൽ എന്തുണ്ട്? ചില അമിനോ ആസിഡ്സിൽ റിംഗ് ലൈക്ക് സ്ട്രക്ചർ കാണാം. അത്തരം അമിനോ ആസിഡ്സ് ആണ് അരോമാറ്റിക് അമിനോ ആസിഡ്സ്. എക്സാമ്പിൾ തൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, നോക്കൂ. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്വിച്ചർ അയോൺ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സ്വിച്ചർ അയോൺ? അപ്പൊ എന്താണ് സ്വിച്ചർ അയോൺ എന്ന് പറയുന്നത്? അമിനോ ആസിഡ്സിന് വ്യത്യസ്ത pHകളിൽ അയണൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ രണ്ട് സൈഡും അയണൈസ് ചെയ്ത അത്തരം സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് സ്വിച്ചർ അയോൺ. ക്ലിയർ ആണോ? നോക്കൂ, അയണൈസബിൾ ഫോം ഓഫ് അമിനോ ആസിഡ്സ് ആർ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡ്സിനെ അയണൈസ് ചെയ്യാൻ ഡിഫറെന്റ് pHൽ അയണൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ രണ്ട് എൻഡും അയണൈസ് ചെയ്താൽ അത്തരം സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് സ്വിച്ചർ അയോൺ. ഓക്കെ, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് സ്വിച്ചർ അയോൺ? അതിന്റെ സ്ട്രക്ചറും ചോദിക്കും. നോക്കൂ, ഒരു അമിനോ ആസിഡിന്റെ സ്ട്രക്ചറിൽ ഒരു സെൻട്രൽ കാർബൺ ആറ്റം, അതുമായി അറ്റാച്ച് ചെയ്തൊരു ഹൈഡ്രജൻ, ദെൻ ഒരു അസിഡിക് ഗ്രൂപ്പ് COOH, and then ഒരു അമിനോ ഗ്രൂപ്പ് NH2, then ഒരു R ഗ്രൂപ്പ്. ആ R ഗ്രൂപ്പ് ആണ് വേരി ചെയ്യുന്നത്. ആ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് അമിനോ ആസിഡിന്റെ പേര് നൽകുക, അല്ലെങ്കിൽ അമിനോ ആസിഡ് ഏതാണ് എന്ന് പറയുന്നത് ഈ R ഗ്രൂപ്പാണ്. ഓക്കെ, ബാക്കി എല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പൊ നോക്കൂ, ഇവിടെ നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റില് ഇവിടെ ഈ അമിനോ ഗ്രൂപ്പ് NH2 എന്ന് പറയുന്ന ഗ്രൂപ്പ് അയണൈസ് ചെയ്ത NH3+ ഫോമിലാണ് അല്ലെ. ഈ തേർഡ് കേസിൽ നോക്കൂ, COOH എന്ന് പറയുന്നത് അയണൈസ് ചെയ്ത COO- ആണ്. അപ്പൊ ഇവിടെ NH3+ ആണ്, ഇതിൽ COO- ആണ്.
എന്നാൽ ഈ മിഡിലുള്ള രണ്ടാമത്തെ ഫോം നോക്കൂ, NH3 പ്ലസും ആണ് CO മൈനസും ആണ്. അപ്പൊ 2 N2 അയണൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 N2 അയണൈസ് ചെയ്താൽ ആ ഫോമിനെ പറയുന്ന പേരാണ് സ്വിച്ചർ അയോണിക് ഫോം. ഓക്കെ, അപ്പൊ ഈ സ്വിച്ചർ അയോൺ ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ നമ്മൾ കുറച്ച് അമിനോ ആസിഡ്സിന്റെ ചിത്രം ടെക്സ്റ്റിലുണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൈസിൻ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, ഒരു സെൻട്രൽ കാർബൺ ആറ്റം, അതിന്റെ 4 വാലൻസിയിൽ ഒരു വാലൻസി ഹൈഡ്രജൻ, ഒരു വാലൻസി അമിനോ ഗ്രൂപ്പ്, ദെൻ അസിഡിക് ഗ്രൂപ്പ്. 4th വാലൻസി ആണ് എന്ത്, R ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ ആ R ഗ്രൂപ്പ് ആണ് വാരി ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ഗ്ലൈസിൻ R ഗ്രൂപ്പ് എന്താണ്, ഹൈഡ്രജൻ ആണ്. R ഗ്രൂപ്പ് ഹൈഡ്രജൻ ആയ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. ദെൻ സെക്കൻഡ് വൺ നോക്കൂ, ഇവിടെ R ഗ്രൂപ്പ് എന്താണ്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ആണ്. അങ്ങനെ R ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് ആയിട്ടുള്ള അമിനോ ആസിഡ് LNI. ഇവിടെ നോക്കൂ, R ഗ്രൂപ്പ് CH2OH ആണ്. ആ അമിനോ ആസിഡിന്റെ പേര് സെറീൻ. അപ്പൊ ഈ 3 അമിനോ ആസിഡിന്റെ സ്ട്രക്ചറും അത് ഏത് അമിനോ ആസിഡാ എന്ന് കണ്ടാൽ അറിയണം. ഓക്കെ, ഗ്ലൈസിൻ, LNI ആൻഡ് സെറീൻ. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് മൈക്രോമോളിക്യൂൾ അമിനോ ആസിഡ്. ദെൻ നോക്കൂ സെക്കൻഡ്, ലിപ്പിഡ്സ്. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് വേരിയസ് ആൽക്കഹോൾ. ഫാറ്റി ആസിഡും ആൽക്കഹോളും കൂടെ എസ്റ്ററിഫൈ ചെയ്ത് കിട്ടുന്ന ഫോമാണ് ലിപ്പിഡ്. ലിപ്പിഡിനെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം, ഫാറ്റ് എന്നും ഓയിൽ എന്നും. നമുക്കറിയാം ഫാറ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ സോളിഡ് ആണ്, റൂം ടെമ്പറേച്ചർ. ഓയിൽ എന്ന് പറയുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയ ഫോമാണ്. അപ്പൊ ഫാറ്റി ആസിഡും ആൽക്കഹോളിന്റെയും കൂടെ ഫോമാണ് ലിപ്പിഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, they are long hydrocarbon chains. അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് RCOOH. ഈ R ഗ്രൂപ്പ് വേരി ചെയ്യും വ്യത്യസ്ത ഫാറ്റി ആസിഡുകളിൽ. ഓക്കെ, R ഗ്രൂപ്പ് എന്തൊക്കെയാവാം, R ഗ്രൂപ്പ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ CH3COOH ആവാം, CH3CH2COOH ആവാം. അങ്ങനെ R ഗ്രൂപ്പ് ഏതും ആവാം. ഓക്കെ, അങ്ങനെ 16 കാർബൺ ആറ്റം ഉള്ള ഒരു ഫാറ്റി ആസിഡിനെ പറയുന്ന പേരാണ് പാമിറ്റിക് ആസിഡ്. 16 കാർബൺ ആറ്റം ഉള്ളത് പാമിറ്റിക് ആസിഡ്. അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, നെയിം എ ഫാറ്റി ആസിഡ് വിച്ച് കണ്ടെയ്ൻ 16 കാർബൺ ആറ്റം. ഓക്കെ, പാമിറ്റിക് ആസിഡ് പേര് പഠിച്ചു വെക്കുക. ദെൻ അതേപോലെ ഇമ്പോർട്ടന്റ് 20 കാർബൺ ആറ്റം ഉള്ള ഫാറ്റി ആസിഡ് അരാക്കിഡോണിക് ആസിഡ്. അപ്പൊ 2 ഫാറ്റി ആസിഡ് നമ്മൾ പറഞ്ഞു, പാമിറ്റിക് ആസിഡും അരാക്കിഡോണിക് ആസിഡും. ഒന്നില് 16, ദെൻ അരാക്കിഡോണിക്കില് 20. നമുക്ക് ഫാറ്റി ആസിഡിനെ 2ആയി ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില് സ്ട്രക്ചറിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പാമിറ്റിക് ആസിഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ദെൻ സെക്കൻഡ് വൺ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ കേസിൽ എന്താണ്, സ്ട്രക്ചറിൽ ഡബിൾ ബോണ്ട് കാണാം. എക്സാമ്പിൾ ഒലീയിക് ആസിഡ്. ഓക്കെ, ദെൻ ലിപ്പിഡ്സ് നമ്മൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ എസ്റ്ററിഫൈ ചെയ്തതാന്ന് പറഞ്ഞു. അപ്പൊ ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ എന്ന് പറയുന്നത് അറിയാം അല്ലെ, CH3 CH2 CH3 ആണ് പ്രൊപ്പൈൻ. 3 കാർബൺ ആറ്റം ഉള്ളതാണ് പ്രൊപ്പൈൻ. അതിലെന്താണ്, കാർബൺ ആറ്റത്തിന് പകരം അല്ല, കാർബൺ ആറ്റത്തില് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആ പ്രൊപ്പൈനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്ന് ആഡ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഗ്ലിസറോൾ. ഒരു 3 ഫാറ്റി ആസിഡ് ഒരു സിംഗിൾ ഗ്ലിസറോളിൽ വന്ന് അറ്റാച്ച് ചെയ്താൽ അത് ട്രൈഗ്ലിസറൈഡ്. ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെയിം ദ കോമ്പൗണ്ട് വിച്ച് ഈസ് ഫോംഡ് ബൈ the union of 3 fatty acid with a single glycerol. Triglyceride. Okay, അപ്പൊ ട്രൈഗ്ലിസറൈഡിന്റെ സ്ട്രക്ചർ നോക്കൂ. ഇത് ഗ്ലിസറോൾ, CH2OH CH CH2OH എന്ന് പറയുന്നതാണ് ഗ്ലിസറോൾ, ഈ സെന്ററിലുള്ളത്.
അതുമായിട്ട് നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്യണം? 3 ഫാറ്റി ആസിഡ്. അപ്പൊ R1COOH, R2COOH ആൻഡ് R3COOH. അപ്പൊ 3 ഫാറ്റി ആസിഡ് വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു സിംഗിൾ ഗ്ലിസറോളില് 3 ഫാറ്റി ആസിഡ് വന്ന് ജോയിൻ ചെയ്താൽ അതിനെ പറയുന്ന പേര് ട്രൈഗ്ലിസറൈഡ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ വേറെ ടൈപ്പ് ഓഫ് ലിപ്പിഡ് എന്താണ്? ഫോസ്ഫോലിപ്പിഡ്. ഫോസ്ഫോലിപ്പിഡിന്റെ പ്രത്യേകത എന്താ? ഫോസ്ഫറസ് അല്ലെങ്കിൽ ഫോസ്ഫോറിലേറ്റഡ് ഗ്രൂപ്പ്സ് ഉള്ള ലിപ്പിഡ് ആണ് ഫോസ്ഫോലിപ്പിഡ്. ഓക്കെ, ദെൻ ഷുഗറിന്റെ സ്ട്രക്ചർ ടെക്സ്റ്റിലുണ്ട്, അത് അറിയണം. നോക്കൂ, ഗ്ലൂക്കോസ് 6 കാർബണാറ്റം ഉള്ള ഷുഗർ ആണ് ഗ്ലൂക്കോസ്. അതിന്റെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതേപോലെ റൈബോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ, പെന്റോ ഷുഗർ 5 കാർബണാറ്റം ഉള്ള ഷുഗർ. ഈ സ്ട്രക്ചറും കണ്ടാൽ അറിയണം. ഓക്കെ, ദെൻ കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ടെക്സ്റ്റിലുണ്ട്. ഇങ്ങനെ കുറേ റിങ്ങുകൾ കൂടി ചേർന്ന ഒരു സ്ട്രക്ചർ. ഇതും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ട് കൊളസ്ട്രോൾ. ദെൻ അനദർ ബയോമോളിക്യൂൾ എന്ന് പറയുന്നത് ഹെറ്ററോസൈക്ലിക് റിങ്സ് കാണുന്ന മോളിക്യൂൾസ് ആണ്. അതിൽ വരുന്നതാണ് നൈട്രജൻ ബേസസ്, റിംഗ് ലൈക്ക് സ്ട്രക്ചർ. അഡിനൈൻ, ഗ്വാനൈൻ, സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ എക്സെട്ര ആർ ഹെറ്ററോസൈക്ലിക് റിംഗ് മോളിക്യൂൾസ്, അതായത് നൈട്രജൻ ബേസസ്. ഈ നൈട്രജൻ ബേസും ഒരു പെന്റോ ഷുഗറും കൂടി ചേർന്നാൽ അത് ന്യൂക്ലിയോസൈഡായി. ന്യൂക്ലിയോസൈഡിനോട് കൂടി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി ചേർന്നാൽ ന്യൂക്ലിയോടൈഡായി. അപ്പൊ അഡിനൈൻ എന്ന് പറയുന്നത് നൈട്രജൻ ബേസ്, അതുപോലെ കൂടി ചേർന്ന ഷുഗർ, ഒരു പെന്റോ ഷുഗർ കൂടി ചേർന്നാൽ ന്യൂക്ലിയോസൈഡിന്റെ പേര് അഡിനോസിൻ. ഓക്കെ, അപ്പൊ ഗ്വാനൈൻ ആണെങ്കിലോ ഗ്വാനോസിൻ, തൈമിൻ ആണെങ്കിൽ തൈമിഡിൻ. ഓക്കെ, ദെൻ ആ ന്യൂക്ലിയോസൈഡ് അഡിനോസിൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോസൈഡിനോട് കൂടി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നു ചേർന്നാൽ അത് ന്യൂക്ലിയോടൈഡായി. അപ്പൊ അഡിനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്താണ്? അഡിനിലിക് ആസിഡ്. അതേപോലെ ഗ്വാനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്വാനിലിക് ആസിഡ്, തൈമിഡിലിക് ആസിഡ്, അങ്ങനെ. ഓക്കെ, അപ്പൊ ഇത്തരം ഹെറ്ററോസൈക്ലിക് റിങ്സും എന്താണ്? നമ്മുടെ ബയോമോളിക്യൂൾസിൽ ഉൾപ്പെടുന്നതാണ് നൈട്രജൻ ബേസ്. ഓക്കെ, അപ്പൊ നോക്കൂ, മാക്രോമോളിക്യൂൾസ്. മാക്രോമോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താ? They have molecular weight more than 10,000 daltons. നമ്മൾ നേരത്തെ പറഞ്ഞത് മൈക്രോമോളിക്യൂൾസ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ മാക്രോമോളിക്യൂൾസിന്റെ പ്രത്യേകത അവയ്ക്ക് 10,000 ഡാൾട്ടൺസ് മോളിക്കുലാർ വെയിറ്റ്, അതിനേക്കാൾ കൂടുതൽ മോളിക്കുലാർ വെയിറ്റ് ഉള്ളതിനെ പറയുന്ന പേരാണ് മാക്രോമോളിക്യൂൾസ്. അതിൽ വരുന്നതാണ് പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് ആൻഡ് പോളിസാക്കറൈഡ്. മൈക്രോമോളിക്യൂൾ നമ്മൾ എന്ത് പഠിച്ചു? അമിനോ ആസിഡ്, ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ് ഒക്കെ പഠിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് മൈക്രോമോളിക്യൂൾ കൂടി ചേർന്നാൽ എന്തായി? മാക്രോമോളിക്യൂളായി. ആ മാക്രോമോളിക്യൂളിന്റെ മോളിക്കുലാർ വെയിറ്റ് മോർ ദാൻ 10,000 ഡാൾട്ടൺസ് ആയിരിക്കും. ഇനി നമ്മൾ ടെക്സ്റ്റിൽ ആദ്യം പറയുന്നുണ്ട് ഒരു ആസിഡ് സോളബിൾ പൂളും ദെൻ ആസിഡിൽ സോളബിൾ അല്ലാത്തൊരു ഫ്രാക്ഷനും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബയോകെമിക്കൽ അനാലിസിസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതൊന്ന് ഓർത്തെടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ആസിഡ് സോളബിൾ പൂളിലാണ് മൈക്രോമോളിക്യൂളിനെ കിട്ടുക, ഇൻസോളബിൾ പൂളാണ് മാക്രോമോളിക്യൂൾ. പക്ഷെ ലിപ്പിഡിന്റെ കേസിൽ എന്താണ്? ലിപ്പിഡ്സ് ഇൻസോളബിൾ പൂളിലാണ് കിട്ടുന്നത്. പക്ഷെ ലിപ്പിഡ് നമ്മൾ എന്തിലാ പഠിച്ചത്? മൈക്രോമോളിക്യൂളിലാണ് പഠിച്ചത്. അതിന്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പറഞ്ഞത് മനസ്സിലായോ? രണ്ട് ഫ്രാക്ഷൻസ്, ഒന്ന് സോളബിൾ ആസിഡ് സോളബിൾ പൂളും ഒന്ന് ഇൻസോളബിൾ ഫ്രാക്ഷനും നമുക്ക് കിട്ടും. അതിൽ സോളബിൾ ഫ്രാക്ഷനിലാണ് എന്ത് കിട്ടുക? മൈക്രോമോളിക്യൂളൊക്കെ കിട്ടുക. അമിനോ ആസിഡ്, ഷുഗേഴ്സ് ഒക്കെ വരുന്നത് ആസിഡ് സോളബിൾ പൂളിലാണ്. മാക്രോമോളിക്യൂൾ എവിടെയാ വരിക? ഇൻസോളബിൾ ഫ്രാക്ഷനിലാണ് വരിക. എന്നാൽ ലിപ്പിഡ്സ് ഒരു മൈക്രോമോളിക്യൂൾ ആണ്, പക്ഷെ നമുക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്? ആസിഡ് ഇൻസോളബിൾ ഫ്രാക്ഷനിലാണ് ലിപ്പിഡിനെ കിട്ടുന്നത്. പക്ഷെ ഇതൊരു മൈക്രോമോളിക്യൂൾ ആണ്. അപ്പൊ ഇതൊരു ചോദ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ,
Lipids are present in cells as such and also seen in cell membranes. അപ്പോൾ ലിപ്പിഡ് ഇവിടെ സെൽ മെംബ്രെയിൻ്റെ ഒക്കെ ഭാഗമാണ് ലിപ്പിഡ്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മെംബ്രെയിൻ എന്ത് ചെയ്യും, കെമിക്കൽ അനാലിസിസ് നടക്കുന്ന സമയത്ത് ലിപ്പിഡ്സ് ആർ സെപ്പറേറ്റഡ് along with acid insoluble fraction. ഓക്കെ, ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷന്റെ കൂടെ, അതായത് മാക്രോമോളിക്കുലാർ ഫ്രാക്ഷന്റെ കൂടെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായിട്ട് നമുക്ക് പരിഗണിക്കാം, ദെയർ ബയോ മാക്രോമോളിക്കുലാർ ഫ്രാക്ഷൻ അല്ലെ, സെപ്പറേറ്റ് ചെയ്യുന്നത് മാക്രോമോളിക്കുലാർ ഫ്രാക്ഷൻ ആയിട്ടാണ്. പക്ഷേ എന്താണ്, മോളിക്കുലാർ വെയിറ്റ് ഓഫ് ലിപ്പിഡ് ഈസ് നോട്ട് എക്സീഡഡ് 800 ഡാൾട്ടൺസ്. 800 ഡാൾട്ടൺസ് വരെ അല്ലെങ്കിൽ അത് ആ റേഞ്ചിലാണ് ലിപ്പിഡ്സിന്റെ മോളിക്കുലാർ വെയിറ്റ്. നമ്മളിവിടെ മാക്രോമോളിക്കുലർ ആണെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് എത്രയാ പറഞ്ഞത്, 10,000 ഡാൾട്ടൺസ്. 800 ഡാൾട്ടൺസ് വരെ ലിപ്പിഡ്സിന്റെ മോളിക്കുലാർ വെയിറ്റ് വരുന്നുള്ളൂ. പക്ഷെ അത് ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷനിലാണ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. 800 ഡാൾട്ടൺസ് ആയതുകൊണ്ട് എന്താണ് അത്, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് സ്ട്രിക്ട്ലി എ മാക്രോമോളിക്യൂൾ ഈവൻ ദോ ഫൗണ്ട് ഇൻ ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷൻ. ഓക്കെ, 800 ഡാൾട്ടൺസ് ആണ് മോളിക്കുലാർ വെയിറ്റ്. അതുകൊണ്ട് ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷനില് മാക്രോമോളിക്യൂളിന്റെ കൂടെയാണ് കിട്ടുന്നതെങ്കിൽ പോലും അതൊരു മാക്രോമോളിക്യൂൾ അല്ല. ലിപ്പിഡ്സ് ആർ ബയോ മൈക്രോമോളിക്യൂൾ. ഓക്കെ, അപ്പൊ ഇതും ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ദെൻ നോക്കൂ, അനദർ ഫസ്റ്റ് ബയോ മാക്രോമോളിക്യൂൾ പോളിസാക്കറൈഡ്. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് മോണോസാക്കറൈഡ്സ്. അതായത് ഒരുപാട് മോണോസാക്കറൈഡ്സ് കൂടി ചേർന്നാണ് പോളിസാക്കറൈഡ് കിട്ടുക. ഷുഗേഴ്സ് കൂടി ചേർന്ന് കിട്ടുന്നതാണ് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഇനുലിൻ, കൈറ്റിൻ എക്സെട്ര. എക്സാമ്പിൾസും അറിഞ്ഞു വെക്കുക കേട്ടോ. മോണോസാക്കറൈഡ്സ് യൂണിറ്റ് കൂടി ചേർന്നുണ്ടാകുന്നതാണ് പോളിസാക്കറൈഡ്. എക്സാമ്പിൾ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ എക്സെട്ര. They are insoluble in water and do not have sweet taste and they have high molecular weight. High molecular weight ആണ്. Then മോണോസാക്കറൈഡ് ഷുഗേഴ്സ് കൂടി ചേർന്നാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ പോലും അതെന്താണ്, സ്വീറ്റ് ടേസ്റ്റ് ഷുഗറിന്റെ പോലെ അത്ര സ്വീറ്റ് അല്ല. ദെൻ അത് വെള്ളത്തിൽ സൊളുബിളും അല്ല. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് പോളിസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സ് ആർ ജോയിൻഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. നമ്മൾ പറഞ്ഞു പോളിമറൈസേഷൻ ഓഫ് മോണോസാക്കറൈഡ്സ് ആണ്. അപ്പൊ ആ മോണോസാക്കറൈഡിനെ പോളിമറൈസ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ യുണൈറ്റ് ചെയ്യിപ്പിക്കുന്ന ബോണ്ടിനെ പറയുന്ന പേര് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പോളിസാക്കറൈഡ്സിൽ കാണപ്പെടുന്ന ബോണ്ടിന്റെ പേരെന്ത്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പോളിസാക്കറൈഡിലെ മോണോമേഴ്സ് ഏതെല്ലാമാണ്, അപ്പൊ മോണോസാക്കറൈഡ്സ് ആണ്. ഓക്കെ, ദെൻ പോളിസാക്കറൈഡ്സിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഹോമോ പോളിസാക്കറൈഡ് ഫസ്റ്റ് വൺ. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ, സിമിലർ അല്ലെ, ഒരേ ടൈപ്പ് മോണോസാക്കറൈഡ് യൂണിറ്റുകളാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി കൂടി ചേർന്നിട്ടുള്ളതെങ്കിൽ അത് ഹോമോ പോളിസാക്കറൈഡ്. അതിന് എക്സാമ്പിൾ സ്റ്റാർച്ച്. സ്റ്റാർച്ച് എവിടെ കാണുക, ഇറ്റ് ഈസ് ദ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ് സ്റ്റാർച്ച്. അതിലെ മോണോമർ ഒരേ ടൈപ്പ് മോണോസാക്കറൈഡുകൾ ഏതാ, ഗ്ലൂക്കോസുകളാണ്. ഓക്കെ, then it can form helical secondary structure. helical secondary structure ഫോം ചെയ്യാൻ കഴിയും. ആ ഹെലിക്സിന്റെ ഇടയിൽ അയഡിനെ ഹോൾഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റാർച്ചിൽ അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലൂ കളർ കിട്ടുന്നത്. ആ സ്റ്റാർച്ച് അയഡിൻ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് എനിമൽസിലെ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ് ഗ്ലൈക്കോജൻ. അതും ഇതേപോലെ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്. മസിൽസിലും ലിവറിലും എല്ലാം ഈ ഗ്ലൈക്കോജൻ ഫോമിലാണ് നമ്മൾ എക്സസ് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ അനദർ വൺ സെല്ലുലോസ്. സെല്ലുലോസിലെ മോണോമേഴ്സ് ഏതാണ്, ഗ്ലൂക്കോസ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് സെൽ വാളിന്റെ അല്ലെങ്കിൽ കോട്ടൺ ഫൈബേഴ്സ്
അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ആ പൾപ്പ് അതിന്റെ എല്ലാം ഭാഗമാണ് സെല്ലുലോസ്. അനദർ എക്സാമ്പിൾ ഈസ് ഇനുലിൻ. നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഗ്ലൂക്കോസിന്റെ ആയിരുന്നു എങ്കിൽ ഇനുലിൻ എന്ന് പറയുന്നത് ഒരുപാട് ഫ്രക്ടോസ് യൂണിറ്റുകൾ കൂടി ചേർന്നുണ്ടായ ഒരു പോളിസാക്കറൈഡ് ആണ് ഇനുലിൻ. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് കൈറ്റിൻ. കൈറ്റിൻ എന്ന് പറയുന്നത് എന്താ? ഇതും ഒരു പോളിസാക്കറൈഡ് ആണ്. കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ? ആർത്രോപോഡയുടെ പുറന്തോട് കൈറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതുണ്ടാക്കിയിട്ടുള്ളത് എൻ അസിറ്റൈൽ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്ന യൂണിറ്റ്സ് കൊണ്ടാണ്. ഓക്കെ, ഫൗണ്ട് ഇൻ എക്സോസ്കെലിറ്റൻ ഓഫ് ആർത്രോപോഡ്സ്. അപ്പൊ ഇത്രയും ഹോമോപോളിസാക്കറൈഡ്സ്, ഇതിൽ ഗ്ലൂക്കോസ് ആണ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ആൻഡ് ഗ്ലൈക്കോജൻ. ഇനുലിൻ എന്ന് പറയുന്നതിൽ ഫ്രക്ടോസ് ആണ്. ഓക്കെ, കൈറ്റിൻ ആർത്രോപോഡയുടെ എക്സോസ്കെലിറ്റനിൽ കാണുന്ന പോളിസാക്കറൈഡ്. Then next one is proteins. Proteins എന്ന് പറയുന്നത് അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ്. പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡുകൾ കൂടി ചേർന്നുണ്ടായതാണെങ്കിൽ അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീൻസ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഹോമോ പോളിസാക്കറൈഡും ഉണ്ടാവാം, ഹെറ്റിറോ പോളിസാക്കറൈഡും ഉണ്ടാവാന്ന് പറഞ്ഞു. എന്നാൽ പ്രോട്ടീനിന്റെ കാര്യത്തിൽ എന്താ? എല്ലാ പ്രോട്ടീനും ഹെറ്റിറോ പോളിമർ ആണ്. അതിലെ അമിനോ ആസിഡ് ഒരേ അമിനോ ആസിഡുകൾ കൊണ്ടല്ല നിർമ്മിക്കുന്നത്, വ്യത്യസ്ത അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ഇവിടെ അമിനോ ആസിഡിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ട്. അപ്പൊ അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടീനിലെ അമിനോ ആസിഡിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ബോണ്ടിന്റെ പേര് പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, ഇനി നോക്കൂ, ടെക്സ്റ്റിൽ കുറേ പ്രോട്ടീന്റെ പേരും അതിന്റെ ഫങ്ഷനും തന്നിട്ടുണ്ട്. കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഒരു കണക്റ്റീവ് ടിഷ്യൂവിലെല്ലാം ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ട്രിപ്സിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ഒരു ഡൈജസ്റ്റീവ് എൻസൈം ആണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഹോർമോൺ ആണ്. ആന്റിബോഡി എന്ന് പറയുന്ന പ്രോട്ടീൻ ഇൻഫെക്ഷ്യസ് ഏജൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. റിസപ്റ്റർ പ്രോട്ടീൻസ് ഉണ്ട്, സെൻസറി റിസപ്ഷന് സഹായിക്കുന്നു. GLUT4 എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന പ്രോട്ടീൻ. അപ്പൊ ഇതും ഒരു എക്സാമിന് ചോദിച്ചു കണ്ടിരുന്നു. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ഫോളോയിങ് പ്രോട്ടീൻസ്. GLUT4 എന്നൊക്കെ എഴുതിയിട്ട് അതിന്റെ ഫങ്ഷൻ ഒക്കെ എഴുതാൻ ചോദിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഡാഷ് അപ്പുറത്ത് ഫങ്ഷൻ തന്നിട്ട് പ്രോട്ടീന്റെ പേരെന്താ എന്ന് എഴുതുക. അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പും ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ പ്രോട്ടീൻസിൽ തന്നെ മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ ഇൻ ദ അനിമൽ വേൾഡ്. അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കൊളാജൻ. എൻറ്റയർ ബയോസ്ഫിയർ കൺസിഡർ ചെയ്താൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ റൂബിസ്കോ. ഇതും ചോദിച്ചിട്ടുണ്ട്, കൊളാജനും റൂബിസ്കോയും. ഓക്കെ, ഇത് നോക്കൂ, പ്രോട്ടീന്റെ സ്ട്രക്ചർ. പ്രോട്ടീനിന് പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അമിനോ ആസിഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അമിനോ ആസിഡ്, അത് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള രീതിയിൽ ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് അമിനോ ആസിഡ്. അപ്പൊ നമുക്ക് ആ അറേഞ്ച്മെന്റ് നോക്കിയാൽ എന്തറിയാം? ഏതാണ് ഫസ്റ്റ് അമിനോ ആസിഡ്, നെക്സ്റ്റ് സെക്കൻഡ് ഏത്, തേർഡ് എന്ത്. അപ്പൊ അങ്ങനെ ലീനിയർ ആയിട്ടുള്ള അമിനോ ആസിഡ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ദെൻ സെക്കൻഡറി സ്ട്രക്ചറിൽ എന്താണ്? ആ ലീനിയർ സ്ട്രക്ചർ ഒന്ന് വൈൻഡ് ചെയ്ത് ഒരു ഹെലിക്സ് ഫോം ചെയ്താൽ ആ സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചർ. ഓക്കെ, an എക്സാമ്പിൾ കെരാറ്റിൻ, തലമുടിയിലെല്ലാം പ്രോട്ടീൻ. ദെൻ ടെറിഷറി സ്ട്രക്ചർ എന്താ? ടെറിഷറി സ്ട്രക്ചർ ആവുമ്പോൾ ഈ സെക്കൻഡറി സ്ട്രക്ചർ ഒന്നുകൂടെ ഹൈലി ഫോൾഡ് ചെയ്ത് അതൊരു കോട്ടൺ, ഒരു ബോള് പോലെ തോന്നുന്ന സ്ട്രക്ചറാണ് ടെറിഷറി സ്ട്രക്ചർ. അതിന് സൈറ്റോക്രോം, മയോഗ്ലോബിൻ എന്നെല്ലാ പ്രോട്ടീനെല്ലാം ടെറിഷറി സ്ട്രക്ചർ എക്സിബിറ്റ് ചെയ്യുന്നു. ദെൻ ക്വാട്ടർണറി സ്ട്രക്ചർ എന്താ? ഇഫ് ദ പ്രോട്ടീൻ ഹാസ് മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡ് ചെയിൻ, ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടെങ്കിൽ അത്തരം പ്രോട്ടീൻസ് എക്സിബിറ്റ് ചെയ്യുന്നതാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ 3 സ്ട്രക്ചറുകൾ
primary structure, secondary structure and tertiary structure and quaternary structure. Okay, ini അടുത്തത് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിൽ എന്താ DNA-യും RNA-യും. Building blocks are nucleotides, so it is polynucleotide. പോളിന്യൂക്ലിയോടൈഡിനെ പറയുന്ന പേരാണ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിൽ നമ്മൾ നേരത്തെ കണ്ടു, ഇറ്റ് കണ്ടെയ്ൻ നൈട്രജൻ ബേസസ്, പ്യൂരിൻസോ അല്ലെങ്കിൽ പിരമിഡിൻസോ ഉണ്ടാകാം, പെന്റോ ഷുഗർ, ഡിയോക്സി റൈബോസും റൈബോ ഷുഗറും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉൾപ്പെടുന്നതാണ് ന്യൂക്ലിക് ആസിഡ്. സ്ട്രക്ചർ ഒരു പെന്റോ ഷുഗർ, ദെൻ നൈട്രജൻ ബേസസ്, ആ നൈട്രജൻ ബേസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഹൈഡ്രജൻ ബോൺഡ്സ്. അപ്പോൾ ആ തൈമിൻ ഡബിൾ ഹൈഡ്രജൻ ബോണ്ടുമായിട്ട് അഡിനയുമായിട്ടും ഗ്വാനൈൻ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടുമായി സൈറ്റോസിനുമായിട്ടും ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ മൈക്രോമോളിക്യൂളും മാക്രോമോളിക്യൂളും കഴിഞ്ഞു. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അപ്പൊ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്താണ്? ബയോമോളിക്യൂൾസ് വിച്ച് ആർ ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ നോർമൽ ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ of an organism is called primary metabolite. Primary metabolite ഒരു ഓർഗാനിസത്തിന്റെ ഗ്രോത്തിലും റിപ്രൊഡക്ഷനും ഡയറക്റ്റ് ആയി ഇൻവോൾവ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. നമ്മളിപ്പോ പറഞ്ഞതെല്ലാം ഷുഗർ, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, കൊളസ്ട്രോൾ, പ്യൂരിൻ, പിരമിഡിൻ എന്നൊക്കെ പറയുന്നതെല്ലാം എന്താണ്? നമ്മുടെ ശരീരത്തിന് റിപ്രൊഡക്ഷനും ഗ്രോത്തിനും ആവശ്യമാണ്. അതുകൊണ്ട് അതെല്ലാം പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഇനി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്താ? ബയോമോളിക്യൂൾസ് വിച്ച് ആർ നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എൻ ഓർഗാനിസം ഈസ് നോൺ ആസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഗ്രോത്തിലും റിപ്രൊഡക്ഷനിലും ഡയറക്റ്റ് ആയി ഇൻവോൾവ് ചെയ്യാത്തത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് പിഗ്മെന്റ്സ്, ടോക്സിൻസ്, lectins, cannabinoids, drugs, polymeric substances, etc. അപ്പൊ ഇതും ഒരു എക്സാമിന് ചോദിച്ചിരുന്നു. Write the differences between primary metabolites and secondary metabolites giving examples. അപ്പൊ പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഗ്രോത്തിലും റിപ്രൊഡക്ഷനിലും ഇൻവോൾവ് ചെയ്യുന്നത്, സെക്കൻഡറി മെറ്റബോളൈറ്റ് നോർമൽ ഗ്രോത്തിനും റിപ്രൊഡക്ഷനും ആവശ്യമില്ലാത്തത്. ഓക്കെ, ഒരു ഓർഗാനിസം, ഒരു പ്ലാന്റ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ആ പ്ലാന്റിന് ഡയറക്റ്റ് ആയിട്ട് ആവശ്യമില്ല, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ്. പോളിമറിക് സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ റബ്ബർ അല്ലെ, ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളാണ് ലാറ്റക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ കാനാബിനോയിഡ്, പിഗ്മെന്റ്സ്, ടോക്സിൻസ് ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ദെൻ അടുത്ത ടോപ്പിക് എൻസൈംസ്. എൻസൈംസിന്റെ പ്രത്യേകത, ദേ ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലെ. നമ്മൾ കെമിസ്ട്രിയിൽ കാറ്റലിസ്റ്റ് പഠിക്കും, റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അതേപോലെ ബയോളജിയിൽ റിയാക്ഷന്റെ റേറ്റിനെ, ഒരു ലിവിങ് സിസ്റ്റത്തിൽ റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതാണ് എൻസൈംസ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. എല്ലാ എൻസൈമും എന്താണ്? പ്രോട്ടീൻ ആണ്. പക്ഷെ എല്ലാ പ്രോട്ടീൻസും എന്താണ്? എൻസൈംസ് അല്ല. ഓക്കെ, എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്, എല്ലാ പ്രോട്ടീൻസും എൻസൈംസ് അല്ല. അപ്പോൾ എൻസൈം പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ എൻസൈംസിന് എന്തുണ്ടായിരിക്കും? ടെറിഷറി സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ടെറിഷറി സ്ട്രക്ചറിൽ എൻസൈംസ് ഫോൾഡ് ചെയ്തിട്ട് ചില പോക്കറ്റ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്. ഈ ആക്റ്റീവ് സൈറ്റിലാണ് എന്ത് അറ്റാച്ച് ചെയ്യുക? സബ്സ്ട്രേറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുക. Okay, to this active site substrate fits. Then rate of catalyzed reactions are much higher than uncatalyzed reaction. ഒരു എൻസൈം ഉള്ള റിയാക്ഷന്റെ സ്പീഡ് എന്ന് പറയുന്നത് എൻസൈം ഇല്ലാത്ത റിയാക്ഷനേക്കാൾ വളരെ വേഗത്തിലാണ്. The enzyme catalyzed reactions are 10 million times greater than uncatalyzed reaction. അപ്പൊ ആ റേറ്റിനെ ഒന്ന് നോക്കൂ, 10 മില്യൺ ടൈം വേഗത വർദ്ധിപ്പിക്കുന്നു ഒരു എൻസൈം ഉണ്ടെങ്കിൽ. എൻസൈം ഇല്ലാത്ത റിയാക്ഷനേക്കാൾ 10 മില്യൺ സ്പീഡിലാണ് പ്രോഡക്റ്റ് ഫോർമേഷൻ ഒരു എൻസൈം ഉള്ള റിയാക്ഷനിൽ നടക്കുന്നത്.
എന്തിന്റെ കേസിലാണത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ഡിസോൾവ് ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നതിൽ കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ഇൻവോൾവ് ചെയ്താൽ ആ റിയാക്ഷന്റെ റേറ്റ് 10 മില്യൺ ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്മൾ റെസ്പിറേഷനിൽ പഠിച്ചു. അപ്പൊ കാർബോണിക് എൻഹൈഡ്രേസ് ഇവിടെ റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നോക്കൂ, ഇനി എൻസൈമിന്റെ ആക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. എൻസൈം എന്താ ചെയ്യുക? എൻസൈം സബ്സ്ട്രേറ്റുമായി ബൈൻഡ് ചെയ്യുന്നു. E+S എന്ത് ഉണ്ടാക്കും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ആ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്തായി മാറുന്നു? ഈ സബ്സ്ട്രേറ്റിലെ ചില ബോൺഡ്സിനെ ബ്രേക്ക് ചെയ്യുകയും പുതിയ ചില ബോണ്ടുകൾ ഫോം ചെയ്യുകയും ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയി മാറുന്നു. ആ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് പിന്നീട് പ്രോഡക്റ്റിനെ റിലീസായി എൻസൈമും പ്രോഡക്റ്റും സെപ്പറേറ്റ് ആവുന്നു. ഓക്കെ, അപ്പൊ E+S giving ES, ES giving EP, EP giving E+P. എക്സാമിന് ചോദിച്ചിരുന്നു E+S എന്താണ്, ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? അപ്പൊ E എന്ന് പറയുന്നത് എൻസൈം, S സബ്സ്ട്രേറ്റ്, ES എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, EP എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്, E+P എൻസൈം ആൻഡ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ റിയാക്ഷൻ നമ്മൾ പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷനെ എക്സ് ആക്സിസിലും അതിന്റെ പൊട്ടൻഷ്യൽ എനർജീനെ വൈ ആക്സിസിലും വെച്ച് പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, സബ്സ്ട്രേറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി ലെവൽ ഇത്രയാണ്. അപ്പോൾ ഒരു റിയാക്ഷൻ നമ്മൾ എൻസൈം ഇല്ലാതെ നടക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും മേലെയുള്ളത് നോക്കുക. ഈ ആരോ മാർക്കിനെ നോക്കണേ, മൗസിന്റെ പോയിന്റിനെ നോക്കുക. എൻസൈം ഇല്ലാത്ത റിയാക്ഷൻ ആണെങ്കിൽ ഈ സബ്സ്ട്രേറ്റ് ആദ്യം എന്തിലേക്ക് പോകുന്നു? ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നു. പിന്നീട് സബ്സ്ട്രേറ്റ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ സബ്സ്ട്രേറ്റിന് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ട എനർജിയെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. The energy needed for the substrate to reach the transition state is called activation energy. Clear ആണോ? സബ്സ്ട്രേറ്റിന് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ട എനർജിയെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അപ്പൊ ഈ ഫസ്റ്റ് ഗ്രാഫ് നോക്കൂ, ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം, ആ പൊട്ടൻഷ്യൽ എനർജി നോക്കൂ വളരെ കൂടുതലാണ് അല്ലെ. ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കൂ, ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. ഇവിടെ ഇതേ സബ്സ്ട്രേറ്റ് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് വളരെ ചുരുങ്ങിയ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ വളരെ ചെറിയ ഒരു ആക്ടിവേഷൻ എനർജിയെ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ, വേണ്ടി വരുന്നുള്ളൂ. എന്നിട്ട് പ്രോഡക്റ്റ് ആയി മാറുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇവിടെ എൻസൈം ഇല്ലാത്തൊരു റിയാക്ഷനും എൻസൈം ഉള്ള റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ എടുക്കുന്ന എനർജിയിലെ വ്യത്യാസം. എൻസൈം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്താം. എൻസൈം ഇല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ എടുക്കുന്ന എനർജി വളരെ ഹൈ ആണ്. അപ്പൊ എൻസൈം എങ്ങനെയാണ് റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നത്? It lowers the activation energy and hence increases speed of reaction. Okay, അപ്പൊ ഈ ആക്ടിവേഷൻ എനർജി ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ എടുക്കുന്ന എനർജിയെ കുറച്ചു കൊണ്ടുവരികയാണ് എൻസൈം ചെയ്യുന്നത്. അതുവഴിയാണ് റിയാക്ഷന്റെ, അപ്പൊ കുറഞ്ഞ എനർജി മതി, ആ കുറഞ്ഞ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ. എപ്പോഴും എന്താണ് എക്സാമിന് വിത്ത് എൻസൈം, ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം ഈസ് ഗിവൺ, റീഡ്രോ ഇഫ് ദ എൻസൈം ഈസ് ആബ്സെന്റ് അല്ലെങ്കിൽ ഇഫ് എൻസൈം ഈസ് പ്രസന്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും ചോദിക്കും. ഒന്നുകിൽ എൻസൈം ഉള്ള ചിത്രം തന്ന് എൻസൈം ഇല്ലാത്ത ചിത്രം, അല്ലെങ്കിൽ എൻസൈം ഇല്ലാത്തത് തന്നെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ മാറ്റി മാറ്റി ചോദിക്കാം. പിന്നെ എങ്ങനെയാണ് എൻസൈം റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്? അപ്പൊ ഈ ഭാഗത്തു നിന്ന് ഏത് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. ഓക്കെ,
ദെൻ എന്തെല്ലാമാണ് എൻസൈമിന്റെ ആക്ഷൻ ആക്ടിവിറ്റിയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്? അപ്പൊ ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ എന്താ, എല്ലാ എൻസൈമിനും എന്താണ് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. സോറി, ഇവിടെ ടെമ്പറേച്ചർ ആണ് കേട്ടോ. ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് എൻസൈംസ് എന്ത് കാണിക്കുക, മാക്സിമം ആക്ടിവിറ്റി കാണിക്കുക. ആ ബിലോ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ ഇനാക്ടിവേറ്റ് ആവും, എബവ് ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ ഡീനാച്ചുർ ആയി പോകും. ഇതും ഒരു എക്സാമിന് ചോദിച്ചതാണ്. വാട്ട് ഹാപ്പൻസ് ടു എൻസൈം ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് വെരി ലോ അല്ലെങ്കിൽ ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഇനാക്ടിവേറ്റ് ആയി മാറും, ഹൈ ടെമ്പറേച്ചറിൽ ഡീനാച്ചുർ ആയി മാറും. ഓക്കെ, മിനിമം ഒരു മാക്സിമം ആക്ടിവിറ്റി കാണിക്കാനുള്ള ടെമ്പറേച്ചർ ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. pH അല്ല ഇവിടെ ടെമ്പറേച്ചർ മാറ്റി വായിക്കൂ കേട്ടോ. ദെൻ അടുത്തതാണ് pH. ഒപ്റ്റിമം pH, ഇതേപോലെ ഒപ്റ്റിമം pH ഉണ്ട്, അതിലാണ് മാക്സിമം ആക്ടിവിറ്റി കാണിക്കുക. അത് ഒപ്റ്റിമം pH. അതിന്റെ കൂടിയാലും കുറഞ്ഞാലും എന്താണ് ഈ ആക്ടിവിറ്റി, എൻസൈമിന്റെ ആക്ടിവിറ്റി കൂടിയോ കുറയോ ചെയ്യുന്നു, അല്ല കുറയുന്നു. ദെൻ ഇവിടെ നോക്കൂ, ഇത് ടെമ്പറേച്ചറും എൻസൈം ആക്ടിവിറ്റിയും തമ്മിലുള്ള പ്ലോട്ട് ചെയ്തതാണ്. ഇതിൽ ഏറ്റവും പീക്കിൽ എൻസൈം ആക്ടിവിറ്റി വരുന്നത് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിന് ഇങ്ങടേക്ക് കുറഞ്ഞാൽ എൻസൈം ആക്ടിവിറ്റിയും കുറയുന്നു, ഇവിടേക്ക് കൂടിയാലും എൻസൈം ആക്ടിവിറ്റി കുറയുന്നു. അപ്പൊ അതിന്റെ മിഡിലില് മാക്സിമം ആക്ടിവിറ്റി. ഇതേ ഗ്രാഫ് തന്നെയാണ് pHന്റെ. എൻസൈം ആക്ടിവിറ്റി pHും തമ്മിൽ വരച്ചാലും ഇതേ ഒരു ഗ്രാഫ്. ഓക്കെ, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? അപ്പോൾ ഒന്ന് എന്താണ് ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ pH, ദെൻ തേർഡ് വൺ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. അപ്പൊ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ എന്താണ്, എൻസൈമിന്റെ അല്ലെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് ആദ്യത്തിൽ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നീട് അതൊരു മാക്സിമം സ്റ്റേറ്റിൽ എത്തുന്നു. അതിനുശേഷം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ റിയാക്ഷന്റെ റേറ്റിന് വ്യത്യാസം വരുന്നില്ല. നോക്കൂ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ അറ്റ് ഫസ്റ്റ് വെലോസിറ്റി ഇൻക്രീസസ് and reaches a maximum Vmax. Then വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് ഇവിടെ y ആക്സിസിൽ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ വെലോസിറ്റി സ്പീഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ് അല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ എൻസൈമിനെ ആഡ് ചെയ്യുന്നില്ല, സബ്സ്ട്രേറ്റിനെയാണ് ആഡ് ചെയ്യുന്നത്. മാക്സിമം സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബൈൻഡ് ചെയ്യാൻ എൻസൈംസ് ഇല്ല. എൻസൈംസ് ആർ ഫുള്ളി സാച്ചുറേറ്റഡ് ആൻഡ് നോ ആക്റ്റീവ് സൈറ്റ് ഫ്രീ ടു ബൈൻഡ് വിത്ത് സബ്സ്ട്രേറ്റ്. വീണ്ടും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ആക്റ്റീവ് സൈറ്റുമായി ബൈൻഡ്, എൻസൈംസിന്റെ ആക്റ്റീവ് സൈറ്റ് ഫ്രീ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഫർദർ ഇൻക്രീസ് ഓഫ് സബ്സ്ട്രേറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ദി വെലോസിറ്റി. ഓക്കെ, ഇപ്പൊ മാക്സിമം വെലോസിറ്റി Vmax, ആ Vmaxന്റെ പകുതി എത്രയാണോ Vmaxന്റെ പകുതി, Vmax/2, അത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ പറയുന്ന പേര് Km. ഓക്കെ, Km എന്ന് പറയുന്നത് മൈക്കേലിയസ് കോൺസ്റ്റന്റ് എന്നറിയപ്പെടും. ദെൻ അടുത്ത ഫാക്ടറിൽ വരുന്നത് ഇൻഹിബിറ്റർ. അപ്പൊ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സ്ട്രക്ചറലി സിമിലർ ടു സബ്സ്ട്രേറ്റ്, സബ്സ്ട്രേറ്റിനായിട്ട് സ്ട്രക്ചറൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, എൻസൈമുമായി ബൈൻഡ് ചെയ്യാൻ വേണ്ടി അത് സബ്സ്ട്രേറ്റുമായി കോമ്പീറ്റ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഇൻഹിബിഷൻ ആണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ശ്രദ്ധിക്കണം, ഇവിടെ ഏതാണ്, ചില സബ്സ്റ്റൻസസ് അതായത് ഇൻഹിബിറ്റേഴ്സ് സബ്സ്ട്രേറ്റുമായിട്ട് സിമിലർ ആണ്. അപ്പൊ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യേണ്ടത് ആരാണ്, സബ്സ്ട്രേറ്റ് ആണോ ഇൻഹിബിറ്റർ ആണോ? അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കും. ആ കോമ്പറ്റീഷനിൽ ആരാണോ വിൻ ചെയ്യുന്നത് അതാണ് സബ്സ്ട്രേറ്റും എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുക. സബ്സ്ട്രേറ്റ് ആണ് ജയിച്ചതെങ്കിൽ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യും, ഇൻഹിബിറ്റർ ആണെങ്കിൽ ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോഡക്റ്റ് കിട്ടുള്ളൂ. ഇൻഹിബിറ്റർ ആണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് കിട്ടില്ല. അത്തരത്തിലുള്ള ഇൻഹിബിഷൻ ആണ്
കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ? ഗിവ് എക്സാമ്പിൾ. അതിന്റെ എക്സാമ്പിൾ ആണ്, നോക്കൂ, സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്നത് എൻസൈം. ആ സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജിനേസ് എന്താ ചെയ്യുക? സക്സിനിക് ആസിഡ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് അതിനെ ഫ്യൂമറിക് ആസിഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആക്കി മാറ്റും. സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം സക്സിനിക് ആസിഡിനെ ഫ്യൂമറിക് ആസിഡായി മാറ്റുന്നു. ഇവിടെ ഇൻഹിബിറ്റർ ആരാ? മെലണൈറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഇൻഹിബിറ്റർ. ആ മെലണൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് സ്ട്രക്ചറലി സിമിലർ ടു ഈ സക്സിനിക് ആസിഡ്. സബ്സ്ട്രേറ്റിനോട് സിമിലർ ആണ്. മെലനൈറ്റ് ഇൻഹിബിറ്റർ ആണ്. അപ്പൊ ആ ഇൻഹിബിറ്റർ സക്സിനിക് ആസിഡ് കൊണ്ട് സ്ട്രക്ചറലി സിമിലർ ആണ്. മെലനൈറ്റും സക്സിനിക് ആസിഡും കൂടെ എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ ഉണ്ടാവും. അവിടെ ബൈൻഡ് ചെയ്യുന്നത് എൻസൈമിൽ ആരാണോ ബൈൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞ: ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് ഇൻഹിബിറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം. എൻസൈം ക്ലാസിഫിക്കേഷനിൽ ഒന്ന് ഓക്സിഡോ റിഡക്റ്റേസ്. ഇതിലെല്ലാം പേരിൽ തന്നെ ഉണ്ട്, കാറ്റലൈസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. അപ്പൊ എസ് റെഡ്യൂസ്ഡും എസ് ഡാഷ് ഓക്സിഡൈസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എസ് റെഡ്യൂസ്ഡ് എസ് ഓക്സിഡൈസ്ഡ് ആയി മാറും, എസ് ഡാഷ് റെഡ്യൂസ്ഡ് ആയി മാറും. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ ട്രാൻസ്ഫറേസ്. ഒരു ഗ്രൂപ്പിന്റെ ട്രാൻസ്ഫറിനെ സഹായിക്കും. ഈ സബ്സ്ട്രേറ്റിൽ ഒരു ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എസ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിൽ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. അതുമായി എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗ്രൂപ്പിനെ എസ് ഡാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ എസ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റും എസ് ഡാഷ് ജി എന്ന് പറയുന്ന ഒരു ഇതും കിട്ടും. അതാണ് ട്രാൻസ്ഫറേസ്. ഇവിടെ ഗ്രൂപ്പ് ഏതിലാണോ ഉള്ളത് അതിനെ മറ്റേ സബ്സ്റ്റൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത് വാട്ടറിന്റെ റിമൂവൽ, ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. ലയേസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗ്രൂപ്പിന്റെ റിമൂവൽ, അതുവഴി സബ്സ്ട്രേറ്റിന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. സിംഗിൾ ബോണ്ട് സി ആയിരുന്നു, അതിൽ എക്സും വൈ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിനെ ഫ്രീ ആക്കി ഇവിടെ ഡബിൾ ബോണ്ട് സി ഫോം ചെയ്തു. അത് ലയേസസ്. ഐസോമറൈസ് എന്ന് പറയുന്നത് ഐസോമറൈസേഷൻ റിയാക്ഷൻ. ദെൻ ലിഗേസ് എന്ന് പറയുന്നത് ജോയിനിങ് എൻസൈം. ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം. ദെൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ, എൻസൈമിന്റെ വാട്ട് ആർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്ന് അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്, താഴെ പറയുന്ന റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈം ഏതാണ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ കോഫാക്ടർ എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക്. അപ്പൊ എൻസൈമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് എന്ന് പറഞ്ഞു. എന്നാലും എൻസൈമിൽ എന്തുണ്ട്? ഒരു കംപ്ലീറ്റ് എൻസൈം ആവണമെങ്കിൽ അതിനൊരു പ്രോട്ടീൻ പാർട്ടും ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടാകും. ആ പ്രോട്ടീൻ പാർട്ടിനെ പറയുന്ന പേര് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ കൂടി ചേർന്നാലാണ് ഒരു കംപ്ലീറ്റ് എൻസൈം ആവുള്ളൂ. അതിലെ പ്രോട്ടീൻ പാർട്ട് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ട് കോഫാക്ടർ. ഈ കോഫാക്ടർ 3 തരത്തിലാണ്: പ്രോസ്പെക്റ്റിക് ഗ്രൂപ്പ്, കോ എൻസൈം ആൻഡ് മെറ്റാലിക് അയോൺസ്. Cofactors are of 3 types: prosthetic group, coenzyme and metallic ions. അതിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? അത് എൻസൈം, ഈ അപ്പോ എൻസൈമുമായിട്ട് പ്രോട്ടീൻ പാർട്ടുമായിട്ട് ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അത്തരം കോഫാക്ടറിനെ പറയുന്ന പേരാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിൽ ഹീമാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഓക്കെ, ടൈറ്റായി ബൗണ്ട് ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ട് ആണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഈ കോ എൻസൈമിന്റെ പ്രത്യേകത എന്താ? കോ എൻസൈം എന്ന് പറയുന്ന ഒരു കോഫാക്ടർ ആണ്. അത് അപ്പോ എൻസൈമുമായിട്ട് എപ്പോൾ മാത്രമേ ബൈൻഡ് ചെയ്യുള്ളൂ? റിയാക്ഷൻ എപ്പോഴാണോ റിയാക്ഷൻ നടക്കുന്നത് ആ സമയത്ത് മാത്രം ചെന്ന് ബൈൻഡ് ചെയ്യുന്നു.
ഇവിടെ ഒരിക്കലും ഈ പ്രോട്ടീൻ പാർട്ടിനെയും നോൺ പ്രോട്ടീൻ പാർട്ടിനെയും വേർപെടുത്താൻ കഴിയില്ല പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൽ. എന്നാൽ കോ എൻസൈമിന്റെ പ്രത്യേകത എന്താ? ആ പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും സെപ്പറേറ്റ് ആണ്. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആ പ്രോട്ടീൻ പോർഷനിൽ പോയി കോ എൻസൈം വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ട്രാൻസിയന്റ്, ഓൺലി ടെമ്പററി അസോസിയേഷൻ പ്രസന്റ്. എക്സാമ്പിൾ നിയാസിൻ, NAD FADയിലൊക്കെ നിയാസിൻ ആണ് കോ എൻസൈമായി ആക്ട് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ മെറ്റൽ അയോൺ. മെറ്റൽ, ചില എൻസൈമില് കോഫാക്ടർ എന്ന് പറയുന്നത് മെറ്റൽ അയോൺസ് ആണ്. അതിൽ എക്സാമ്പിൾ സിങ്ക് ആണ്, കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈമിലെ മെറ്റൽ അയോൺ. ഇതും എപ്പോഴും ചോദിക്കാറുണ്ട്, കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന് പറയുന്ന എൻസൈമിലെ മെറ്റൽ അയോൺ അല്ലെങ്കിൽ കോഫാക്ടർ ഏതാണ്? സിങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക, നല്ല മാർക്ക് വാങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.